ഇന്ത്യൻ തനത് മാജിക് കലാരൂപമായ വടാരോഹണ വിദ്യ അവതരിപ്പിച്ച് ജനഹൃദയങ്ങളിൽ സ്ഥാനമുറപ്പിച്ച പ്രശസ്തനായ മജീഷ്യൻ പയ്യന്നൂർ സ്വദേശിയായ ശ്രീ പത്മരാജാണ് നമ്മുടെ ആദ്യത്തെ അതിഥി. ഞാൻ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആനയിക്കട്ടെ. സ്വാഗതം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് സമാഗമത്തിൽ പങ്കെടുക്കാനെത്തിയതിനും മാന്ത്രികനായി തന്നെ ഈ വേദിയിലേക്ക് വന്നതിനും സ്വാഗതം. വളരെ സന്തോഷം. പത്മരാജൻ്റെ ഒരു പ്രധാന പ്രൊഫഷൻ ഇത് തന്നെയല്ലേ, മാജിക് തന്നെയല്ലേ? ഞാനൊരു ഹോബി എന്നുള്ള നിലയിലാണ് ഈ മാജിക് കൈകാര്യം ചെയ്യുന്നത്. ഏതാണ്ട് എത്ര വർഷമായി ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ടിപ്പോൾ? ഞാൻ ഏകദേശം 79 മുതൽ ഇങ്ങോട്ട് ഈ ഫീൽഡിൽ വന്നിട്ടുണ്ട്. ഇത് സ്വന്തമായി ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണോ അതോ മറ്റേ ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് പഠിക്കുന്നതാണോ? ഞാൻ SLC കഴിഞ്ഞ ഉടനെ ഒരു ഗുരുവിനെ തേടി കർണാടകത്തിൽ പോയും എൻ്റെ അച്ഛൻ്റെ സുഹൃത്തായ ഒരു സിൻഡിക്കേറ്റ് ബാങ്കിലെ ഒരു ഓഫീസറായ ഒരു ശങ്കർ ഭട്ട് എന്ന് പറഞ്ഞ ഒരു മാജിക്കാരൻ്റെ കീഴിൽ അതിൻ്റെ ബേസിക്കായിട്ട് പഠിക്കുകയും അതിനുശേഷം സ്വന്തമായിട്ട് കുറേ ഐറ്റങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ പറയുന്ന മാജിക് ഒരു കലാരൂപം എന്നാണല്ലോ അല്ലേ? അതെ. അതായത് നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കല ഉപയോഗിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ ഈ കല ഒരുപാടത് ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ലേ ഈ മാജിക്? പല രീതിയിലും അല്ലേ, ഭക്തിയുടെ മാർഗത്തിലും അതല്ലാതെ പല രീതിയിലും ഇത്തരം മാജിക്കുകൾ കാണിച്ച് ഒരുപാട് പേരെ വഴിതെറ്റിക്കുന്ന രീതിയും വരാറുണ്ട്. ഉണ്ട്. ഒരുപാട് വഴിതെറ്റിക്കുന്നുണ്ട്. ഈ മാന്ത്രികന്മാരൊക്കെ ചമഞ്ഞിട്ട് ആൾക്കാരായി രോഗ നിവാരണത്തിനൊക്കെ ഇത് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കേട്ടറിഞ്ഞിട്ടുണ്ട്, കാണുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് പഠിക്കണമെന്നുള്ളൊരു പ്രചോദനം ഉണ്ടായത്? എന്നാണ് അങ്ങനെ ഇത് മാന്ത്രികനാവണം, ഇതുപോലെ മാജിക്കുകൾ കാണിക്കുന്ന ഒരു മജീഷ്യൻ ആവണം എന്നൊരു തോന്നലുണ്ടാകുന്നത് എന്നാണ്? ഞാൻ പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളിൽ ഒരു മജീഷ്യൻ വന്ന് പരിപാടി അവതരിപ്പിച്ചപ്പോൾ അത് കണ്ടിട്ടാണ് ഇതിൽ ഭയങ്കര താല്പര്യം തോന്നിയത്. അതിനുശേഷം ഒരു ഗുരുവിനെ തേടി ഞാൻ പല സ്ഥലത്തും പോവുകയും അവസാനം എൻ്റെ അച്ഛൻ്റെ സുഹൃത്തായ ഒരു മജീഷ്യനെ എനിക്ക് കണ്ടുകിട്ടുകയും ചെയ്തു. അന്നൊക്കെ ഇപ്പോൾ 17 കൊല്ലമായെന്ന് പറഞ്ഞില്ല, അന്നൊക്കെ ശരിക്കും ഈ മാജിക് പഠിപ്പിക്കുന്ന ആളുകൾ കുറവാണ്, വളരെ കുറവാണ്. ഇന്നിപ്പോൾ അതല്ല, മാജിക് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്, പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട്, മാജിക് ചെയ്യാൻ വേണ്ട എക്യുപ്മെൻറ്റ്സ് വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. നമുക്ക് പോയി ആ സാധനം മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആർക്കും മാജിക് അവതരിപ്പിക്കാൻ പറ്റും. ശരിക്കും അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ മാജിക് വരാൻ പാടില്ല. അങ്ങനെ വരാൻ പാടില്ല. അത് സ്കിൽഡ് വർക്കായിട്ട് തന്നെ ഇത് പോകണമെന്നാണ് അഭിപ്രായം. വളരെ ബേസിക്കായിട്ടൊരു ഗുരുവിൻ്റെ കീഴിൽ തന്നെ പഠിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഒട്ടും പ്രിപ്പറേഷൻ ഇല്ലാതെ പെട്ടെന്ന് എന്തെങ്കിലും മാജിക് അങ്ങനെ കാണിക്കാൻ പറ്റും? തീർച്ചയായിട്ടും പറ്റും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു തീപ്പെട്ടിയുണ്ട്. ഞാൻ കാണികൾക്ക് കാണാൻ വേണ്ടിയിട്ടും സാറിന് വേണ്ടിയിട്ടും ഒരു വലിയൊരു തീപ്പെട്ടിയാണ് ഞാൻ കരുതിയിരിക്കുന്നത്. ഇത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു തീപ്പെട്ടിയാണ്, വലിയൊരു ഹോമിൻ്റെ ഒരു ക്യാമലിൻ്റെ തീപ്പെട്ടിയാണ്. ഇത് ഞാൻ അടയ്ക്കുകയാണ്. വളരെ അനുസരണമുള്ളൊരു തീപ്പെട്ടിയാണ്. കമാ സ്റ്റോപ്പ്, come on, stop, stand up please, open the door. ഇത് വളരെ അനുസരണമുള്ള ഒരു തീപ്പെട്ടിയാണ്. മജീഷ്യൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇത് അനുസരണമുള്ളതായിട്ട് ഒരു തീപ്പെട്ടിയായിട്ട് മാറും. കുടുംബത്തെ പറ്റി ഒന്നും പറഞ്ഞില്ല. വീട്ടിൽ 2 മക്കളുണ്ട്, 2 പെൺകുട്ടികളാണ്. ഒന്ന് BCom പഠിക്കുന്നു, രണ്ടാമത്തെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവർക്കൊക്കെ മാജിക്കിനോട് മാജിക്ക് വളരെ താല്പര്യമുണ്ട്, മാജിക്ക് അവതരിപ്പിക്കാറുമുണ്ട്. ഓ ശരി. അച്ഛൻ പഠിപ്പിച്ചു കൊടുക്കുന്ന മാജിക്? അതെ, ഞങ്ങളുടെ ട്രൂപ്പിൽ സഹായിക്കാനും മിസ്സിസും അതേമാതിരി 2 കുട്ടികളും സഹായിക്കാറുണ്ട്. ഈ മാജിക്കിൽ സ്വന്തമായിട്ട് തന്നെ നമ്മൾ ഓരോ ഇൻവെൻഷൻസ് നടത്തും, പുതിയൊരു മാജിക്ക് നമ്മൾ തന്നെ കണ്ടുപിടിച്ചിട്ടൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്? ഒരു പുതുതായിട്ടൊരു മാജിക്, അതായത് ബേസിക്കൊക്കെ മാജിക്കിൻ്റെ ഒന്നാണ്. പക്ഷേ നമ്മൾ പുതുതായിട്ട് കണ്ടുപിടിക്കുക, അതായത് ഒരാളുടെ വ്യക്തിത്വം നിലനിൽക്കുന്നത് ഒരാൾ കണ്ടുപിടിച്ചാലാണ്. അതായത് ഈ ക്യാപ് ട്രിക്ക് എന്ന് പറയുന്ന സാധനം ഞാൻ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തൊരു സാധനമാണ്. അതൊന്നും കാണിച്ചു തരുമോ? അത് തന്നെ കാണിക്കും.
പിന്നെ ബ്രെയിൻ ക്ലീനിങ് മാജിക് ഒന്ന് കാണിച്ചു തരാം. മാജിക് ഇതാണ് ബ്രെയിൻ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്നത്. ഞാനൊരു ഏകദേശം ചരടാണ്. ഇത്ര ഒരു ചരട് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആത്മവിശ്വാസം, അതായത് കലാകാരന്മാരൊക്കെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആത്മവിശ്വാസം കൊണ്ടെടുക്കാൻ പറ്റിയ ഒരു പരിപാടിയാണ്. ക്ലീനായോ? വളരെ ക്ലീനായി. ഇപ്പോൾ ഒരു ആത്മവിശ്വാസം തോന്നില്ല ആണല്ലേ? പക്ഷെ ഒന്നും അതിൽ നിന്ന് വന്നില്ല. അഴുക്കൊന്നും ഇല്ല എന്നർത്ഥം. ക്ലീനാണ് ഓൾറെഡി. ക്ലീൻ. ഇപ്പോൾ ഇവിടെ കാണിച്ചതുപോലുള്ള ചെറിയ ചെറിയ വിദ്യകളാണല്ലോ അല്ലേ പത്മരാജ് ഇപ്പോൾ ചെയ്തത്? അതെ. ഇത് കൂടാതെ ഒരു മാസ്റ്റർ പീസ് ആയിട്ടുണ്ടല്ലോ വടാരോഹണം എന്ന് പറയുന്ന. അതെ, വടാരോഹണ വിദ്യ ചെയ്തിട്ടുണ്ട് ഞാൻ. 1997 ഞാൻ അന്നൂരിൽ വെച്ചിട്ടാണ് അത് ചെയ്തത്. അതിന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഡിസ്കവറി ചാനലൊക്കെ വന്നിരുന്നു. അത് എന്തായിരുന്നു അതിൻ്റെ ഒരു വിദ്യ? എങ്ങനെയാണ് വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചുറ്റും ആൾക്കാർ കൂടിയിരിക്കുന്ന സമയത്ത് ഒരു 15 മീറ്ററോളം നീളം വരുന്ന ഒരു കമ്പക്കയർ എല്ലാവരും കാണുക തന്നെ ഒരു കൊട്ട എടുത്തിട്ട് അതിനെ തിരച്ച് വെക്കും. തിരച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഈ പാമ്പാട്ടികൾ ഉപയോഗിക്കുന്ന മകിടി ഉപയോഗിച്ചുകൊണ്ട് ഊതുന്ന അവസരത്തിൽ ഏകദേശം 15 മീറ്ററോളം അത് ആകാശത്തിലേക്ക് ഉയർന്ന് പോകും. അതിനുശേഷം അതിൻ്റെ മേലെ ഒരു കുട്ടിയുടെ കയറ്റ് വിടും, ഈ വടത്തിൻ്റെ മുകളിലിട്ട്. പോയതിന് ശേഷം കുട്ടി വീണ്ടും താഴെ ഇറങ്ങിയതിന് ശേഷം മജീഷ്യൻ റെഡി 1 2 3 എന്ന് പറയുന്ന അവസരത്തിൽ വീണ്ടും കയറ് പൂർവ്വസ്ഥാനത്തേക്ക് വരുന്നത്. എന്തായാലും പത്മരാജ് വന്നതിനും പങ്കെടുത്തതിനും വളരെ നന്ദി. വളരെ സന്തോഷം.